ഡ്രൈവിംഗ് സീറ്റിൽ സിദ്ധാർത്ഥായിരുന്നു. ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ ഇരുവരും പകച്ചുപോയി. താൻ വീണ്ടും വന്നോ? അല്ല, ഇത് എങ്ങോട്ടായി ഇടിച്ചു കയറി? പ്ലീസ്, ആ കാറിന്റെ പിറകെ ഒന്ന് വേഗം പോവാമോ? എന്റെ കുഞ്ഞാ കാറിനകത്തുണ്ട്. ഓ, കുഞ്ഞ് ആ കാറിന്റെ അകത്ത്? അല്ല, ശരിക്കും എന്താ തന്റെ ഉദ്ദേശം? താൻ ആദ്യം ആ കുട്ടിയെ കൊണ്ട് എന്നെ അച്ഛാന്ന് വിളിപ്പിച്ചു. ഇപ്പതേ അതേ കുഞ്ഞ് ഏതോ കാറിലായി പോയിന്നും പറഞ്ഞ് എന്റെ ഹെൽപ്പ് ചോദിക്കാൻ വന്നിരിക്കുന്നു. ഇതിന്റെ പിന്നിൽ എന്തൊക്കെയോ ഉണ്ടല്ലോ. സത്യം ഞാൻ പറയുന്നത്, എന്റെ മോൻ അവനെ എനിക്ക് വേണം. പ്ലീസ് ഹെൽപ്പ് മീ. ശരി, താൻ പറയുന്നൊക്കെ ഞാൻ വിശ്വസിക്കും. ആ വണ്ടിയുടെ പുറകെ പോവുകയും ചെയ്യും. പക്ഷേ പകരം താൻ എനിക്കെന്ത് തരും? താൻ എന്തൊക്കെയാ ചോദിക്കുന്നേ? ശരി, നമ്മുടെ ഇടയിൽ ഈ നാടകങ്ങളൊന്നും വേണ്ട. ഇന്ന് വൈകുന്നേരം ഫ്രീ ആണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് കൂടിയാലോ? നിന്നെ പോലെ ഒരുത്തന്റെ സഹായം ചോദിക്കാൻ വന്ന് എന്നെ പറഞ്ഞ മതിയല്ലോ. സ്വന്തം കുഞ്ഞിനെ കാണാതായി ഭ്രാന്ത് പിടിച്ചു നിൽക്കുന്ന ഒരു അമ്മയോട് ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത്? തനിക്കില്ലേ അമ്മ? എടോ, താൻ വെറുതെ തെറ്റിദ്ധരിക്കുക. ഞാൻ ഈ സിറ്റിയിലെ... സിദ്ധാർത്ഥിന്റെ മറുപടി പൂർത്തിയാകും മുമ്പ് തന്നെ കാറിന്റെ വാതിൽ വലിച്ചടച്ച് നീലിമ അവിടെ നിന്നും വേഗത്തിൽ പോയി. സിദ്ധാർത്ഥ് അവളെ പിറകിൽ നിന്ന് വിളിച്ചെങ്കിലും നീലിമ അത് കാര്യമാക്കുന്നുണ്ടായിരുന്നില്ല.